എൻ്റെ വീടിൻ്റെ ജനൽപ്പാളി തുറന്നിട്ട് കഴിഞ്ഞാൽ ഈ പള്ളിയുടെ വാതിൽപ്പടിയുടെ അപ്പുറത്തായിട്ട് അത്രയും ദൂരത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ഒരു കൊച്ചു കപ്പേളയുണ്ട്. ചെറുപ്പകാലം മുതൽ ആ കപ്പേളയുടെ തിരുനാളുകൾ 3 ദിവസം നീണ്ടു നിൽക്കുന്ന കൊച്ചു തിരുനാളാണ്. എന്തൊരു സന്തോഷമായിരുന്നെന്നോ. അമ്പെടുപ്പും ഉറക്കമൊഴിച്ചിലും അതുപോലെ തന്നെ ഓരോ വീടുകളിലേക്ക് അമ്പ് എടുത്തു കൊണ്ടുപോകുന്നതും എല്ലാവരും ഒരുമിച്ച് വരുന്നതിൻ്റെ ഒരു കൂട്ടായ്മയും നേർച്ച ഭക്ഷണവും ചെറുപ്പത്തിൽ തന്നെ വിശ്വാസത്തോട് സ്നേഹത്തോടെ അടുപ്പിച്ചത് അതുതന്നെയാണ്. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഈ തിരുനാൾ ദിനങ്ങളിൽ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ രൂപം പുറത്തു കൊണ്ടുവന്ന് വെക്കും. പുറത്ത് കൊണ്ടുകൊണ്ട് വരുമ്പോൾ കൊച്ചു മനസ്സിൽ, ഇളം മനസ്സിൽ ഞാൻ ഈ രൂപത്തിൻ്റെ തൊട്ടടുത്ത് പോയി നിന്നിട്ട് ഇങ്ങനെ നോക്കും. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ കണ്ണുകളിലേക്കാണ് ഞാൻ നോക്കുക. ഇത്ര ക്രൂരമായിട്ട് അമ്പ് തറച്ചിട്ടും ഒരു പിടി കണ്ണുനീര കണ്ണിൽ നിന്ന് വന്നിട്ടുണ്ടോ? കൊച്ചു മനസ്സിന്റെ സന്ദേഹമായിരുന്നു, ഈ വിശുദ്ധൻ കരഞ്ഞിട്ടുണ്ടാവോ? കൈകളൊക്കെ ഇങ്ങനെ കെട്ടിവെച്ച് അമ്പ് ഇങ്ങനെ തൊടുത്ത് വിടുമ്പോൾ അത് മാംസത്തെ ഇങ്ങനെ തുളച്ച് കയറുമ്പോൾ ആ വിശുദ്ധൻ കരഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഇങ്ങനെ അടുത്ത് പോയി നോക്കും. എനിക്ക് ഒരിക്കലും കാണാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അമ്മച്ചിയോടും അപ്പച്ചനോടൊക്കെ സംശയം ചോദിക്കരുത്, വിശുദ്ധന്മാർ കരയോ? അപ്പൊ അമ്മച്ചി അപ്പച്ചന് ഉത്തരം പറയും, ഇല്ല മക്കളെ, അവർ കരയില്ല, കാരണം അവർക്ക് ദൈവമുണ്ട് കൂടെ.